രുദ്രാക്ഷത്തിന് അപ്പോൾ അശുദ്ധി വരില്ല. ഇല്ല. രുദ്രാക്ഷവും ത്രിപുണ്ഡ്രവും ധരിച്ചാൽ മഹാദേവൻ തന്നെ എന്ന് വിചാരിക്കണമെന്നാണ്. അയാൾക്ക് പാപമില്ല. അപ്പോൾ രുദ്രാക്ഷിട്ട് എവിടെ വേണമെങ്കിലും പോകാം. നോൺ വെജ് കഴിക്കുന്നതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ പറയല്ല, ദേവിഭാഗവതം പറയുന്നതാണ്. ആ ഇഷ്ടം വലുതായപ്പോൾ ഗുരുവിനെ രണ്ടുപേരും കൂടെ ചേർന്ന് വിഷം കൊടുത്തു പോകുന്നു. എന്നിട്ട് ഇവർ തന്നെ ആശ്രമം നടത്താൻ തുടങ്ങി. അപ്പോൾ ശിവഭൂതഗണങ്ങളും യമൻ്റെ ഭൂതഗണങ്ങളും തമ്മിൽ വഴക്കായി. അതിൻ്റെ താഴെ രുദ്രാക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സ്പർശിച്ചതുകൊണ്ട് ഇവൻ്റെ പാവങ്ങൾ തീർന്നു. അപ്പോൾ ഇനി ഇവന് ശിവലോകപ്രാപ്തിയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. രുദ്രാക്ഷം പല വലിപ്പം ഉണ്ടല്ലോ, അപ്പോൾ ഈ വലിപ്പം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ശക്തികൾ മാറുന്നുണ്ട്. വലിപ്പം കൂടുന്തോറും ഫലം കൂടുന്നതാണ്. ഈ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ശക്തികൾക്കോ അല്ലെങ്കിൽ ഫ്രീക്വൻസികളോ വ്യത്യാസം വരും. അതായത് ചില പറയും ഇതിപ്പോൾ നാട്ടില് പല ക്ഷേത്രങ്ങളുടെയും മുറ്റത്ത് എത്തുന്ന താഴ്വരകളിലാണ് ഈ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങൾ, ടിബറ്റ് നേപ്പാളൊക്കെയാണ് രുദ്രാക്ഷം ഉണ്ടാകുന്നത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് കൊടുത്തിടുക എന്നുള്ളതല്ലാതെ അവർ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പലപ്പോഴും ഒരു മാലയുടെ അറ്റത്ത് ഒരു അങ്ങനെ ഇടാറുണ്ട്. അത് വലിയ മുഖങ്ങളൊക്കെ അത് മതി. ഇപ്പം 12 മുഖം മുതൽ 8 മുഖം 9 മുഖം മുതൽ മുകളിലേക്കുള്ളതൊക്കെ ഒരെണ്ണം ഇട്ടാലും മതി. അതിന്റെ ഫലം അത് കാണിക്കും. ഞാൻ 11 ഇട്ടിരുന്നു വർഷങ്ങളോളം 11 മാത്രമേ ഇട്ടിരുന്നുള്ളൂ. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ പയ്യെ ചേർത്തുന്നത്. അപ്പം പ്രയോജനം മനസ്സിലായി തുടങ്ങുമ്പോഴാണ് നമുക്ക് പിന്നീട് ഇടാനുള്ള ഇഷ്ടം തോന്നുന്നത്. അങ്ങനെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മാല ഇങ്ങനെ ആയത്. അല്ല, നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല, ഇത്ര ഉണ്ടായിരുന്നില്ല. അത് ഇത് ഓരോ, അതായത് 2 മുഖമാണെങ്കിൽ ഉമാമഹേശ്വര അർദ്ധനാരീശ്വര സങ്കല്പമാണ്. 3 മുഖം ചൊവ്വയുടെയാണ്, അഗ്നിയുടെയാണ്. 4 മുഖം ബുധൻ്റെയാണ്, അവതാര വിഷ്ണു ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ഒക്കെയാണ്. 5 മുഖം സാക്ഷാൽ കാലാഗ്നിരുദ്രൻ തന്നെയാണ്, വിഷ്ണുവുമാണ്. 6 മുഖം ഞാൻ പറഞ്ഞു കാർത്തികേയ സ്വാമിയാണ്. 7 മുഖം മഹാലക്ഷ്മിയാണ്, ശനിയാണ്. 8 മുഖം കേതുവാണ്, ഗണപതിയാണ്. 9 മുഖം ചണ്ഡികയാണ്. 10 മുഖം ജനാർദ്ദന സ്വാമിയാണ്. 11 മുഖം ഹനുമാനാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 12 മുഖം വീണ്ടും 12 മുഖം മഹാവിഷ്ണുവാണ്. അത് വ്യാഴത്തിൻ്റെയാണ്. കറക്റ്റ് മഹാവിഷ്ണു എന്ന് പറഞ്ഞുകൂടാ, വ്യാഴത്തിൻ്റെയാണ്. വ്യാഴത്തിൻ്റെ ആയതുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. 13 ഇന്ദ്രനാണോ കാമദേവനാണോ എന്നൊരു സംശയമുണ്ട്. 14 എന്തായാലും 14 ഇന്ദ്രനാണ്, 13 കാമദേവനാണ്. 15 വരുണനാണ്, 16 ഭൂമിയാണ്. പിന്നെ അതിന് മുകളിലേക്ക് ദേവതകളെ പറഞ്ഞിട്ടുണ്ട്. 21 വരെയാണ്, അതായത് 16 വരെയാണ് ശരിക്കും. മുഖങ്ങളുണ്ടോ? ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ 21 വരെ കണ്ടിട്ടുണ്ട്. 21 മുഖം വരെ ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അതെൻ്റെ വീട്ടിൽ ഒരാൾ വന്നു. അദ്ദേഹം വന്നത് മുംബൈയിൽ നിന്നാണ്. അദ്ദേഹം വന്നത് അല്ല, ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അദ്ദേഹം ഈ രുദ്രാക്ഷം കണ്ടാൽ അദ്ദേഹം വാങ്ങും. അപ്പോൾ ത്രിചുടി 3 ഇങ്ങനെ ചേർന്നിരിക്കുന്നത്, അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 1,20,00,000 രൂപയുടെ രുദ്രാക്ഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ആ ത്രിചുടി മാത്രം 24 ലക്ഷം രൂപ വിലയുണ്ട്. അത് അസറ്റായിട്ട് അദ്ദേഹം കൊണ്ടു നടക്കണം. അതിൻ്റെ മാല 1,20,00,000 രൂപ. പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ആണ്, സത്യമാണ്. സാക്ഷാൽ ഭഗവതിയാണ് സത്യം. 21 മുഖം 19 മുഖം 18 മുഖമൊക്കെ ഞാൻ അതിൽ കണ്ടു. 16 മുഖം ഞാൻ കണ്ട കാലത്ത് തന്നെ അതിന് 8 ലക്ഷം രൂപ വിലയുണ്ട്. ഇത്ര വിലയൊന്നും ഇങ്ങനെ ആളുകൾ അന്തം വിടും. രത്നങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുക്കളായിട്ടാണ് രുദ്രാക്ഷത്തെ കണക്കാക്കുന്നത്. രുദ്രാക്ഷം ഒരുപാട് വലിയ, അല്ല, രുദ്രാക്ഷം പല വലിപ്പം ഉണ്ടല്ലോ, അപ്പോൾ ഈ വലിപ്പം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ശക്തികൾ മാറുന്നുണ്ട്. വലിപ്പം കൂടുന്തോറും ഫലം കൂടുന്നതാണ്. സാളഗ്രാമത്തിന് വലിപ്പം കുറയുമ്പോൾ ഫലം കൂടുന്നതാണ്. ഈ ചെറിയ മണി രുദ്രാക്ഷങ്ങളുണ്ട്, പലപ്പോഴും ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്നറിയില്ല. 108 ആയിട്ട് എപ്പോഴും കാണുന്ന ചെറിയ രുദ്രാക്ഷമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആണോ അതോ പ്ലാസ്റ്റിക്? രുദ്രാക്ഷമൊക്കെ തന്നെയാണ് അത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ വിത്ത് ഉണ്ടാവുമോ അതിനകത്ത്? 2 ഇതിൻ്റെ തലവാലൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? കോർക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മാല പിന്നീട് അവർ കുഴിയിട്ട് അതിൽ നിന്നും അവർ തന്നെ ഡ്രിൽ ചെയ്യുമ്പോൾ തലയും വാലെല്ലാം ഒന്നായി പോയി. പിന്നെ തലേതാ വാലേതാണെന്നൊന്നും അറിയില്ല. പിന്നെ അതിനകത്ത് സ്വർണ്ണവെള്ളിയൊക്കെ കുറച്ച് സാധാരണ ചന്ദനമണി മാലയൊക്കെ ഇട്ട് നടക്കുന്ന പോലെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പ്രയോജനം ഉണ്ടാവുക എന്നുള്ളതല്ല, ഭംഗിയാണ് ആൾക്കാർക്ക് ഇപ്പം താല്പര്യം. ഈ രുദ്രാക്ഷത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? വിത്തിന്റെ വലിപ്പം കൂടും, അതിനകത്തെ വിത്തിന്റെ എണ്ണം കൂടും, വലിപ്പം കൂടും. വിത്ത് കെട്ടുപോകാനുള്ള സാധ്യത, എന്ന് വെച്ചാൽ ഡാമേജ് ആകാനുള്ള സാധ്യതകൾ കുറയും, കേടാകാനുള്ള സാധ്യത കുറയും ഒക്കെയാണ്. അതുകൊണ്ടാണ് വെർണിയർ വെച്ച് നമ്മൾ ഈ രുദ്രാക്ഷം ഇപ്പോൾ കുഴിച്ചിട്ട് കഴിഞ്ഞാല് മരമായിട്ട് വരുമോ? അതിന്റെ വിത്ത് നമുക്ക്, ഇതിന്റെ തൈ നമുക്ക് നാഗാർജുന മേടിക്കാൻ കിട്ടും. അവർ മുളപ്പിക്കുന്നത് പൊട്ടിച്ചിട്ട് അങ്ങനെ അകത്തുനിന്ന് വിത്ത് പ്രത്യേകമായിട്ട് എടുത്ത് നട്ടാണ് കിളിപ്പിക്കുന്നത്.
ഏകദേശം 1 വർഷമൊക്കെ എടുക്കും കിളുത്ത് വരാൻ എന്നാണ് പറയുന്നത്. മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഇത് പൊട്ടി കിളുത്ത് വരണമെങ്കിൽ 1 വർഷം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടുന്ന മാല പോലും നമ്മൾ അധികം ഡ്രൈ ആവാതെ സൂക്ഷിക്കും. അതായത് എപ്പോഴും ഓയിൽ കണ്ടൻറ്റ് പോയി കഴിഞ്ഞാൽ എണ്ണയിലിട്ട് സൂക്ഷിക്കുകയൊക്കെ വേണം. എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിടണം ഒക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് മുളയ്ക്കാനുള്ള ടെൻഡൻസി വരും. അതിന് സംരക്ഷണം ഒരു ബുദ്ധിമുട്ടാണ്. എണ്ണയിലിട്ടില്ലെങ്കിൽ ഇത് മുളച്ചു വരും. കുറേ നാൾ കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള അതിന് മുളയ്ക്കലുണ്ടാവും. അത് മുളയ്ക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, പൊട്ടാനുള്ള ഇങ്ങനെ വിടർന്നു വരാനുള്ള, നമ്മളെന്താ പറയുക, ഇങ്ങനെ വെണ്ടയൊക്കെ പൊട്ടുന്ന പോലെ പൊട്ടാനുള്ള ഒരു സാധ്യത അതിന് വരും. അതിൻ്റെ ആ വിത്തുകൾ ഇങ്ങനെ വിടർന്നു വരും. അപ്പോഴും ഒരു ജീവനുണ്ട് അതിനകത്ത്. ആ വിത്താണ് അതിനകത്ത് ബലം എന്ന് പറയുന്നത്. രുദ്രാക്ഷ എപ്പോഴും ഒരു ജീവനുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ഒരു തേങ്ങ എടുത്താൽ, അല്ലെ ഒരു മരം പേരയ്ക്കോ എന്തെങ്കിലും എടുത്താൽ അതിൻ്റെ ഒരു വൈബ്രേഷൻ, ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്പെക്ട്രത്തിനുള്ളിൽ നിൽക്കും. ഇത്ര തൊട്ട് ഇത്ര വരെ ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിങ്ങനെ കിടക്കുകയാണ്. അതായത് ഇത്രയും വിത്തുകളുടെ എണ്ണം വേരിയേഷൻ എല്ലാം വരുന്നതനുസരിച്ച് ഇതിൻ്റെ വൈബ്രേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റിയ ഒരു രുദ്രാക്ഷമുണ്ട്. അതാണ് രസം. എല്ലാവർക്കും എല്ലാ രുദ്രാക്ഷവും പറ്റും. എന്നാൽ എല്ലാവർക്കും പ്രത്യേകമായി പറ്റുന്നതുകൊണ്ട്. അതെങ്ങനെയാണ്? കാരണം ഇത്രയും വലിയ ഒരു സ്പെക്ട്രത്തിനകത്താണ് നിൽക്കുന്നു. മനുഷ്യരുടെ ഫ്രീക്വൻസിയേക്കാളും കൂടുതലുണ്ട് അതിൻ്റെ ഫ്രീക്വൻസി. അതായത് സ്പെക്ട്രം വലുതാണ്. ഈ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ശക്തികൾക്കോ അല്ലെങ്കിൽ ഫ്രീക്വൻസികളോ വ്യത്യാസം വരും. അതായത് ചിലർ പറയും ഇതിപ്പോൾ നാട്ടിൽ പല ക്ഷേത്രങ്ങളുടെയും മുറ്റത്ത് കിട്ടുന്ന രുദ്രാക്ഷങ്ങളുണ്ട്, പക്ഷേ ചിലർ ഹിമാലയത്തിലൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന രുദ്രാക്ഷങ്ങളുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഹിമാലയത്തിലൊന്നുമില്ല. ഹിമാലയം വെറും മഞ്ഞ് മൂടി കിടക്കണം. അവിടെ രുദ്രാക്ഷമൊന്നും ഉണ്ടാവില്ല. താഴ്വരകളിലാണ് ഈ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങൾ, ടിബറ്റ് നേപ്പാളൊക്കെയാണ് രുദ്രാക്ഷം ഉണ്ടാകുന്നത്. സമാനമായ കാലാവസ്ഥയുള്ള സ്ഥലത്തെല്ലാം രുദ്രാക്ഷം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇടുക്കി ജില്ലയിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇഷ്ടം പോലെ. അത് വലിപ്പമുള്ള രുദ്രാക്ഷം തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സാധാരണ കോട്ടയം ജില്ലയിൽ ചൂടുള്ള സ്ഥലത്തും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ വലിപ്പം കൂടുന്തോറും എല്ലാത്തിനും നമുക്കിപ്പോൾ കാശ്മീരി ആപ്പിളിൻ്റെ ഗുണം നമുക്ക് കാന്തല്ലൂർ ആപ്പിളിന് കിട്ടില്ലല്ലോ. ആ ഒരു പ്രശ്നമുണ്ട്. വെച്ചാൽ ഓരോ സ്ഥലത്തിൻ്റെയും മണ്ണിൻ്റെയും വെറൈറ്റിയുടെ അനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനുമുണ്ട്. ഇത് ഒരു മരമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ല, ചിലർ പറയും ഇത് ഹിമാലയത്തിൽ ജനിച്ച രുദ്രാക്ഷമായതുകൊണ്ട് പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്, പ്രത്യേക ശക്തികളുണ്ടെന്നൊക്കെ. അങ്ങനെയല്ല, അതിന് ക്വാളിറ്റി കൂടുതലാണ്. ഇപ്പം ഇന്തോനേഷ്യൻ ബീഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന രുദ്രാക്ഷം കണ്ടിട്ടുണ്ട്. അതിന് പലപ്പോഴും ഈ 15 മുഖം എന്നൊക്കെ പറഞ്ഞാൽ 15 വരെ ഉണ്ടാവും, പക്ഷെ അതിനകത്തൊന്നും കാണില്ല. അപ്പോൾ നമുക്കത് മറ്റേതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനുമുണ്ട്. അങ്ങനെ കാര്യത്തിൽ ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രുദ്രാക്ഷം? എൻ്റെ 2 മുതൽ 12 വരെ. പിന്നെ ഗൗരീശങ്കരം എന്ന് പറയുന്ന ഇങ്ങനെ ഇതായിട്ട് വരുന്ന, പെട്ടായിട്ട് വരുന്ന ചേർന്ന് ഗൗരീശങ്കരം എന്ന് പറയും. അത് പിന്നെ അതിന് ഗണേഷ് മുഖി എന്നൊക്കെ പറയുന്ന. ഇതെല്ലാം പല വലിപ്പങ്ങളിലാണ്. അത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് വരുന്നതാണ്. ഇത് എൻ്റെ മാല ഒരു വലിയ സംഗതിയല്ല. ഇതിനേക്കാളൊക്കെ ഒരുപാട് നല്ല, ശരിക്കും ഒരുപാട് ഇടുന്നവരുണ്ട്. അവർ നല്ല വലിയതും വലിപ്പമുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും. നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ. അതെ, ഇത് തന്നെ കുറച്ച് പൈസയായി. അപ്പം മറ്റേ അദ്ദേഹം ഇടുന്ന പോലെ എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ രുദ്രാക്ഷിട്ട് എവിടെ വേണമെങ്കിലും പോകാം. നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ പറയല്ല, ദേവീഭാഗവതം പറയുന്നതാണ്. അതായത് ഈ ഒരു കുട്ടിയെ കൊണ്ടുപോയി വിദ്യ പഠിക്കാൻ വേണ്ടി ഗുരുകുലത്തിൽ കൊണ്ടാക്കി. ഓക്കെ, ഗുരുകുലത്തിൽ വെച്ചിട്ട് ഇയാൾ കുറച്ച് വർഷത്തിന് ശേഷം ഗുരുവിൻ്റെ പത്നിയുമായിട്ട് ഇഷ്ടത്തിലായി. ആ ഇഷ്ടം വലുതായപ്പോൾ ഗുരുവിനെ 2 പേരും കൂടെ ചേർന്ന് വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് ഇവർ തന്നെ ആശ്രമം നടത്താൻ തുടങ്ങി. ഓക്കെ, കുട്ടിയെ അന്വേഷിച്ച് മാതാപിതാക്കൾ വന്നു, അവരെയും വിഷം കൊടുത്തു കൊന്നു. അങ്ങനെ ഗ്രാമത്തലവൻ ഒരു ദിവസം അന്വേഷിച്ച് വന്നപ്പോൾ അയാളെ ഇതുപോലെ തന്നെ അവർ അപായപ്പെടുത്തി. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാർ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഇവർ ഇറങ്ങി ഓടി. 2 പേരും കൂടെ കാട്ടിൽ പോയി. കാട്ടിൽ താമസിക്കാൻ തുടങ്ങി. ആരെങ്കിലും വരുന്ന അവരെ പിടിച്ചു പറിക്കാനും മൃഗങ്ങളെ എറിഞ്ഞു വീഴ്ത്തി തിന്ന് ജീവിക്കാനും ഒക്കെ തുടങ്ങി. അതിൽ കുട്ടികളുമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇയാളൊരു ദിവസം മരിച്ചു വീണു. പുലി പിടിച്ചു. ഇയാൾ മരിച്ചു വീണപ്പം ഇയാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമദൂതന്മാർ വന്നു. ഇനി കഥയാണ് കേട്ടോ. അപ്പം ഈ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ളതല്ല. കഥ എന്ന് പറയുന്നത് സാധാരണ ആളുകളെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാ വരുന്നു ശിവലോകത്തുനിന്ന് ഒരു രഥം. അപ്പോൾ ശിവഭൂതഗണങ്ങളും യമൻ്റെ ഭൂതഗണങ്ങളും തമ്മിൽ വഴക്കായി, സംവാദമായി. വഴക്കല്ല, തർക്കമായി. അപ്പോൾ അവർ പറഞ്ഞു, ശിവഭൂതഗണങ്ങൾ പറഞ്ഞു ഇതാ ഇവനെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞാൽ. അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാം. നിങ്ങളെങ്ങനെ ശിവലോകത്തേക്ക് ഇവനെ കൊണ്ടുപോകും, ഇത്രയും മഹാഭാവിയായിട്ടുള്ളൊരുതിനെ? അപ്പോഴാണ് അവൻ്റെ ഹിസ്റ്ററിയൊക്കെ അവർ പറയുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവർ പറഞ്ഞു, ഈ ശിവഭൂതഗണങ്ങൾ പറഞ്ഞു ഒക്കെ ശരിയായിരുന്നു, പക്ഷെ ഇവൻ മരിച്ചു വീണപ്പം അതിൻ്റെ താഴെ രുദ്രാക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സ്പർശിച്ചതുകൊണ്ട് ഇവൻ്റെ പാവങ്ങൾ തീർന്നു. അപ്പോൾ ഇനി ഇവന് ശിവലോകപ്രാപ്തിയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പം കഥയാണ്. അപ്പം ഘോരമായ പാപം ചെയ്തവന് പോലും രുദ്രാക്ഷം കൊണ്ട് മുക്തിയുണ്ടെന്നാണ് ആചാര്യമതം. നോക്കൂ, നമ്മൾ 3 രീതിയിൽ നമുക്ക് സത്യത്തെ നമുക്ക് എടുക്കാം. ഒന്നുകിൽ എനിക്ക് ഇപ്പം രാഹുലിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, രാഹുൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. എൻ്റെ അനുഭവത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്, ഞാൻ രാഹുലിനെ വിശ്വസിക്കുകയാണ്. പിന്നെ രാഹുലിൻ്റെ രാഹുലിനെ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ രാഹുൽ സത്യമേ പറയൂ, രാഹുൽ ഇതുവരെ പറഞ്ഞത് മുഴുവൻ സത്യമായിട്ടുണ്ട് എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ രാഹുൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പുസ്തകത്തെ വിശ്വസിക്കാം. അപ്പോൾ ഇവിടെ വ്യാസൻ്റെ ഒരു പുസ്തകമാണത്, ദേവി ഭാഗവതം. വ്യാസൻ ഇതുവരെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വ്യാസനെ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അതിലും വിശ്വസിക്കുന്നു എന്ന് കരുതി എനിക്ക് വ്യാസൻ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ രുദ്രാക്ഷത്തിന് ഈ പറഞ്ഞ സവിശേഷത ഉണ്ടെന്നുള്ളത് നിസ്തർക്കമായിട്ട് എടുക്കണം. രുദ്രാക്ഷത്തിന് അപ്പോൾ അശുദ്ധി വരില്ല? ഇല്ല. ഇതുവരെ നമ്മുടെ അശുദ്ധി ഇല്ലാതെ സർവപാപഹരം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രുദ്രാക്ഷത്തെ. സർവപാപഹരമായിട്ടുള്ള രുദ്രാക്ഷത്തിന് ധാരണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ നശിക്കുകയാണ്. രുദ്രാക്ഷവും ത്രിപുണ്ഡ്രവും ധരിച്ചാൽ മഹാദേവൻ തന്നെ എന്ന് വിചാരിക്കണം എന്നാണ്, അയാൾക്ക് പാപമില്ല എന്നാണ്. ഞാനൊരു പ്രാവശ്യം അബദ്ധത്തിൽ നിവേദ്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിൽ കയറി, പുറത്തെ വാതിലൊഴി കയറി വന്നു. ഒരു മഹാക്ഷേത്രമാണ്, സാധാരണഗതിയിൽ അങ്ങനെ പതിവില്ല, നിവേദ്യ സമയത്ത് എല്ലാവരും വെളിയിറങ്ങണം. ശംഖ് വിളിക്കുന്ന ആൾ പോലും വെളിയിൽ നിന്ന് വിളിക്കണമെന്നാണ് വ്യവസ്ഥ. പുറപ്പെടാശാന്തിയൊക്കെ അമ്പലമാണ്. അപ്പം കറക്റ്റ് കീശാന്തി തിടപ്പള്ളിയിൽ നേദ്യം എടുത്തോട് വരലും വട്ടം ചാടി പെട്ടെന്ന് സ്തബ്ധിച്ചു. അപ്പോൾ കീശാന്തി ഇങ്ങനെ നോക്കിയിട്ട് രുദ്രാക്ഷം ഭസ്മം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി, മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് അത് ബോധ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ആകെ ഒരു വിഷമമായിപ്പോയി. അപ്പോൾ പക്ഷേ ഈ രുദ്രാക്ഷം ഭസ്മം ഇനി കുഴപ്പമില്ല, പാവമില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് പോയത്. അദ്ദേഹം പോയത് പ്രായമുള്ള ആളാണ് നല്ലത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷമ പറഞ്ഞാൽ സാരമില്ല, അത് കുഴപ്പമില്ല, രുദ്രാക്ഷമൊക്കെ ധരിച്ച് ഭസ്മമൊക്കെ ഉള്ള ആളാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കണക്കാക്കുന്നവരുമുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഈ താന്ത്രിക കർമ്മങ്ങൾ വൈദ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ രുദ്രാക്ഷം ധരിക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊർജം നമുക്ക് നഷ്ടപ്പെടും. അതായത് പതിച്ചു പോകുന്നതാണ്. ഓരോ കർമ്മം കഴിയുമ്പോഴും ബലം നഷ്ടപ്പെട്ട് പോകും. രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. രുദ്രാക്ഷത്തിൻ്റെ ധാരണം കൊണ്ട് നമ്മുടെ ബലം അതുപോലെ തന്നെ നിലനിൽക്കും. തന്നെയല്ല, അനന്തമായ പുണ്യത്തിലേക്ക് പോകുന്നതാണ് കർമ്മങ്ങളൊക്കെ തന്നെ. ഒരു പിതൃകർമ്മം രുദ്രാക്ഷം ധരിച്ച് ചെയ്യുന്നതും ധരിക്കാണ്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ജപങ്ങൾ, നമ്മൾ ജപം ചെയ്യുന്ന ആൾക്കാർ രുദ്രാക്ഷ മാലയിലാണ് ജപിക്കുന്നതെങ്കിൽ ആ ജപത്തെ 1 കോടി ആയിട്ടാണ് സംഖ്യയായിട്ട് കണക്കാക്കണം എന്നാണ് നിയമം. ഒരു ജപത്തെ ഈ ജപിക്കുമ്പോഴല്ലേ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം രക്തചന്ദനം ഉപയോഗിക്കുന്നവരുണ്ട്, കരിങ്കാലിമാല ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ശക്തിയാണോ? അത് ഓരോ ധരിക്കുമ്പോഴും ഓരോ ദേവതയോടും യോജിച്ച തരത്തിലുള്ള വസ്തുക്കളെ പറഞ്ഞിട്ടുണ്ട് ജപത്തിന്. ഇപ്പം ബാലാമന്ത്രം ജപിക്കുമ്പോൾ താമരമണി മാലയാണ് പറഞ്ഞിരിക്കുന്നത്. താമരയുടെ അകത്തൊരു കുരു ഉണ്ടാവും. അത് ഈ താമര നമ്മൾ കണ്ടിട്ട് അതിൻ്റെ അകത്തെ ആ ബെഡ് ഉണ്ടല്ലോ, അത് മൂത്ത് വന്നിട്ട് ഒരു പച്ച നിറാവും. അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചെറുതായി കാണുന്ന വിത്തുകൾ വലുതായിട്ട് ഒരു കറുത്ത കുരു ഉണ്ടാവും. അത് എഡിബിളാണ്, കഴിക്കാവുന്ന ഒരു സാധനമാണ്. ആ താമരക്കുരു തുളച്ച് മാല ഉണ്ടാക്കും. അതുകൊണ്ടാണ് ബാലയുടെ ജപം ചെയ്യേണ്ടത്. ദുർഗാമന്ത്രങ്ങൾ മുഴുവനും കാത്യായനി, ദുർഗ ഇങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത് വൈജയന്തി മാലയിലാണ്. വൈജയന്തിമാല അതെന്ത് മാലയാണ്? വൈജയന്തി എന്ന് പറയുമ്പോൾ നല്ല ആഢ്യമായൊരു പേരാണ്. നമ്മുടെ നാട്ടിലെ അതിന് പറയും പൂച്ചമുത്ത് എന്നൊക്കെ പറയും. ഈ പുല്ല് പോലുള്ളൊരു സസ്യത്തിൽ ഈ ചോളം പോലെ ഉണ്ടാകുന്ന ഒരു തരം പച്ച മുതൽ റെഡ് വരെയുള്ള വേരിയേഷനിൽ കായകളുണ്ടാവും. അത് നടുക്കൊരു ഇത് കുത്തിക്കളഞ്ഞാൽ തുളയാവും. അത് കോർത്ത് നമ്മൾ മാലയാക്കും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതാണ് പൂച്ചമുത്ത് എന്ന് പറയും. വൈജയന്തി ഇനി അടിച്ചു നോക്കും, ഗൂഗിളിൽ ചെയ്ത് നോക്കൂ. ഈ വൈജയന്തി മാലയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വർണ്ണമണിമാല എല്ലാ മന്ത്രങ്ങൾക്കും എല്ലാ ജപത്തിനും സ്വർണം പറഞ്ഞിട്ടുണ്ട്. സ്വർണം മോശമല്ല കേട്ടോ. സ്വർണം ജപിക്കാൻ വേണ്ടി മണിമാല ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ്. പിന്നെ രക്തചന്ദനം, ചന്ദനം, തുളസി, വൈഷ്ണവ മന്ത്രങ്ങളെല്ലാം ജപിക്കാൻ നല്ലത് ചന്ദനത്തിലോ തുളസിയിലോ ആണ്. പിന്നെ
ചാന്ദ്രമന്ത്രങ്ങൾ, ചാന്ദ്രൻ മീൻസ് ദുർഗയുമായി ബന്ധപ്പെട്ട ജലതത്വം കൂടിയതായിട്ടുള്ള മന്ത്രങ്ങൾ ഏത് ജപിക്കാനും വെള്ളി നല്ലതാണ്. അഗ്നി ആയി ബന്ധപ്പെട്ട അഗ്നി ഉണരുന്ന തരത്തിലുള്ള ഏതെങ്കിലും മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ ചെമ്പ് മണി നല്ലതാണ്. ശനിയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾക്ക് വന്യാണ്, ചൊവ്വയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾക്ക് കരിങ്ങാലിയാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ അസംഖ്യം മണികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ മന്ത്രവാദ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ മന്ത്രത്തിനും ഓരോ മണി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉചിതം ഏതാണ്? എല്ലാ രുദ്രാക്ഷം, സ്ഫടികം രുദ്രാക്ഷം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വസ്തുക്കളാണ്. പിന്നെ അതിന് അധിക ലാസ്റ്റിംഗ് ആണ് ഭയങ്കരമായിട്ട്. സ്ഫടികമൊക്കെ ഏറെ കാലം നിൽക്കും. നമ്മൾ എത്ര കാലം വേണമെങ്കിലും സ്ഫടികം ഉപയോഗിക്കാം, സ്ഫടികം പോവില്ല. സ്ഫടികം എന്ന് പറയുന്നത് കല്ലാണ് കേട്ടോ, അത് ഗ്ലാസ് അല്ല എന്ന് മനസ്സിലാക്കണം. സ്ഫടികം എന്ന് പറയുന്നത് നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലിനെയാണ് സ്ഫടികം എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് എന്ത് ഊർജ്ജത്തെ കൊടുക്കുന്നു അത് വൈബ്രേറ്റ് ചെയ്യും, 360 ഡിഗ്രിയിൽ അത് സ്പന്ദിക്കും. അപ്പോൾ അതിന് ഈ പറഞ്ഞ റെസണൻസ്, ഈ നമ്മൾ പറയില്ല ഒരു കോടിയാവും എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ബലം അതിനുണ്ട് സ്ഫടികത്തിന്. സ്ഫടികമണിമാല നല്ലതാണ്, എല്ലാ ജപങ്ങൾക്കും നല്ലതാണ്. പ്രത്യേകിച്ച് സരസ്വതി മന്ത്രങ്ങൾക്ക്, ഈ വാഗീശ്വരി എന്നൊക്കെ പറയും, അതുപോലെ ലിപി സരസ്വതി മന്ത്രങ്ങൾ, ബാലാമന്ത്രം തന്നെ, പിന്നെ അതുകൂടാണ്ട് ശ്രീവിദ്യാ മന്ത്രങ്ങൾ, ഇതിനൊക്കെ തന്നെ ഈ ഏറ്റവും നല്ലത് സ്ഫടികമണിമാലയാണ്. പിന്നെ അതുകൂടാതെ കോമ്പിനേഷനുണ്ട്, രുദ്രാക്ഷവും സ്ഫടികവും ചേർത്ത മാലകൾ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ കൂടെ രുദ്രാക്ഷം, സ്ഫടികം, അതുപോലെ മുത്ത്, പവിഴം ചേർത്തത്, നവരത്നമണി കൊണ്ടുള്ള മാലകൾ, ഇതൊക്കെ തന്നെ ജപത്തിന് ഉപയോഗിക്കാം. ഈ ഐശ്വര്യം വരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാലകൾ ധരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പണ്ടുതൊട്ടേ ഈ പരസ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പരസ്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് ചില മാലകൾ ധരിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും. ഈ കരിങ്ങാലി മാല ധരിച്ചാൽ എന്തോ പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതായത് ഈ വിഷ്ണുമായ ഉപാസനയൊക്കെ ചെയ്യുന്നവർ കരിങ്ങാലി മാല നിർബന്ധമായിട്ടും ധരിക്കണം. എനിക്ക് തോന്നുന്നു അവരതിൻ്റെ കറുത്ത നിറം കണ്ടിട്ടാണ് പറയുന്നത്. അവർ ശരിക്കും ധരിക്കേണ്ടത് വന്യ കൊണ്ടുള്ളതാണ്, പ്രയോജനമാണ് വേണ്ടതെങ്കിൽ. കരിങ്ങാലിമാല പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാലയാണ്. അതിന് ഈ വിഷ്ണുമായ ചാത്തനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. വന്യാണ് കറക്റ്റ്, വന്യ ധരിച്ചാൽ ഗുണമുണ്ടാവും. പിന്നെ നമ്മുടെ മന്ത്രോപാസന വിധികൾ ഭയങ്കര രസമാണ്. ഒരു ദേവതയായിട്ട് ബന്ധപ്പെട്ട വസ്ത്രം, പുഷ്പം, ജലം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട ആഹാരം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട ആസനം, ഇരിപ്പിടം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട സകല വസ്തുക്കളും, ഈവൻ താമ്പൂലം വരെ നമ്മൾ മുറുക്കാനില്ലേ, അതുപോലും ആ ദേവതയായിട്ട് ബന്ധപ്പെട്ടതുണ്ട്.